ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മളൊക്കെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ 15 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ചാർ ഉപയോഗിച്ച് തുടങ്ങുക. എന്നാൽ ഈ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയ ആ നിമിഷം മുതൽ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ച പപ്പായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ്. എന്നിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാദ്യം തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ പപ്പായ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. പപ്പായ നന്നായി വേവിച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പപ്പായ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ പപ്പായ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിലോട്ട് 1/4 കപ്പ് വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനായതുകൊണ്ട് വെളിച്ചെണ്ണ ആയാലും മതി. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഉലുവ. അപ്പോൾ ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അച്ചാർ കുറേ കാലം ചീത്തയാവാതിരിക്കും. പക്ഷെ ഞാനിതിപ്പോൾ പെട്ടെന്ന് എടുക്കാനുള്ളത് കൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത്. 4 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർക്കണം കേട്ടോ അച്ചാറിൽ. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം അവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പായി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി, പെരുങ്കായത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് 1 കപ്പ് വിനാഗിരിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ പപ്പായയിൽ പുളി ഒട്ടുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ വിനാഗിരി ചേർക്കണം. വിനാഗിരി ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കാം. അപ്പോൾ പപ്പായ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പപ്പായ മാത്രം ഇട്ട് കൊടുത്താൽ പോരെ, അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിരുന്നല്ലോ. അപ്പോൾ ആ വെള്ളത്തോട് കൂടി വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ. ഇപ്പോൾ പപ്പായ കഷ്ണങ്ങൾ അധികം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിലിട്ടിട്ട് ഒന്നും കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പായ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത്രയും സമയമായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അച്ചാറിലേക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പപ്പായ കഷ്ണങ്ങളിലെ എരിവും പുളിയും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തുടയുന്നത് വരെ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ കഷ്ണങ്ങൾ വെന്തുടയാൻ താല്പര്യമില്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഇതൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താണെങ്കിലും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിന് ശേഷമുള്ള ഒരു കാഴ്ചയാണിത്. നമ്മുടെ അച്ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പപ്പായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. നമുക്കിത് ഉണ്ടാക്കി ആ നിമിഷം മുതൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് എരിവും പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്